ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമുക്ക് കോളിഫ്ലവറും കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ? കോളിഫ്ലവർ മുഴുത്തതായതുകൊണ്ട് ഞാൻ പകുതിയാണ് എടുത്തിട്ടുള്ളൂ. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതുപോലെ ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടുവെള്ളമാണ്, അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച കോളിഫ്ലവർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനാണ്. ഇനി ഇത് കഴുകി വാരി എടുക്കാം. ഒരു 10 മിനിറ്റ് നേരം വെള്ളം പോകാനായിട്ട് വെക്കാം. വെള്ളമൊക്കെ പോയി വന്നിട്ടുണ്ട്. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാനടപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഇട്ടത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ കോരിയെടുത്തു, പറയാൻ വിട്ടുപോയതാണ്. അങ്ങടെ ഫ്രൈ ആക്കാൻ ഇട്ടേക്കുവാണ്. അതിനാവശ്യമായിട്ട് 4 പച്ചമുളക്, 2 കഷ്ണം ചെറിയ ഇഞ്ചി, വെളുത്തുള്ളി, ശകലം കരിയാപ്പല എല്ലാം തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. ചീൻചട്ടിയിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. വെളുത്തുള്ളിയൊക്കെ പച്ചമണമൊക്കെ മാറി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉലുവ പൊടിച്ചത്, കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടും ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തീ ഓഫ് ചെയ്തു. കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ആയിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യണ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ കോളിഫ്ലവർ അച്ചാർ റെഡിയായി. എല്ലാവരും കോളിഫ്ലവർ മേടിക്കുമ്പോൾ ഇതുപോലെ അച്ചാറിട്ട് നോക്കണേ. സൂപ്പർ അച്ചാറാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് താങ്ക് യു.